ബിഗ് ബോസിലെ സഹമത്സരാർത്ഥിയായിരുന്ന സിബിനെതിരെ തുറന്നടിച്ച് ജാസ്മിൻ ജാഫർ. സിബിൻ പറഞ്ഞതൊക്കെ ശുദ്ധ തെമ്മാടിത്തരമാണെന്നാണ് ജാസ്മിൻ വ്യക്തമാക്കുന്നത്. നാളെ വന്ന് ഇതിന് മറുപടിയായി വേറെ വീഡിയോ ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല. അത് വേറെ കാര്യമൊന്നും സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. ഇനി എന്നെ ചെയ്യാനായിട്ട് ബാക്കിയൊന്നുമില്ല. എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അത് തന്നെയാണ് എൻ്റെ ധൈര്യം. കുടുംബത്തെ ഒരു പെൺകുട്ടി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തെ അങ്ങനെ എല്ലാ തരത്തിലും വലിച്ച് കീറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആരുടെയും ജീവിതത്തിൽ ഇടപെടാതിരിക്കാൻ ശ്രമിക്കുകയാണെന്നും ജാസ്മിൻ പറയുന്നു. പെയിൻ കില്ലേഴ്സ്, ORS തുടങ്ങിയ മരുന്നുകളാണ് തനിക്ക് പ്രധാനമായും തന്നത്. മറ്റുള്ളവർക്കും അവരുടെ അസുഖത്തിന് അനുസരിച്ചുള്ള മരുന്ന് കൊടുക്കും. ഈ പറയുന്ന സിബിനാണ് അവിടെ കിടന്ന് പോകണമെന്ന് പറയുന്നത്. അത് എല്ലാവരും കണ്ടതാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് പുള്ളി മാനസികമായി വളരെ തളർന്നത്. അത് ഞാൻ കാരണമാണെന്ന് കരുതി ഞാൻ പോയി സോറി പറഞ്ഞു. പിന്നെ ഞാനൊക്കെ സ്ഥിരം അവിടെ വഴക്ക് കേൾക്കുന്നതാണ്. പലതും തെറ്റുമാണ്. എല്ലാം നിന്ന് കേൾക്കുകയല്ലാതെ എന്തു ചെയ്യാനാണ്? പുള്ളിയുടെ ആവശ്യപ്രകാരം തന്നെയാണ് സിബിൻ അവിടെ നിന്ന് പോകുന്നത്, അല്ലാതെ ഇറക്കി വിട്ടതല്ല. ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇറക്കി വിടുകയുമില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം ഇരുന്ന് അടിമുടി സംസാരിക്കണം. ഞാൻ ഇവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ് മൈക്ക് വരെ ഉരിമാറ്റിയ വ്യക്തിയാണ് സിബിൻ. അങ്ങനെയുള്ള ആളാണ് പുറത്തു വന്ന് ബിഗ് ബോസ് മനഃപൂർവ്വം ഇറക്കി വിട്ടതാണെന്ന് പറയുന്നത്. ഈ പുള്ളിയോടൊപ്പം ചേർന്ന് മറ്റു ചിലരും എനിക്കെതിരെ തിരിഞ്ഞിരുന്നു. ഞാനാണ് ബിഗ് ബോസ് സീസൺ 6 മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആര്യ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. എന്നാൽ അതിനു മുമ്പ് ഒരു ലൈവിൽ ആര്യ ചേച്ചി പറഞ്ഞതിൻ്റെ ചില കാര്യങ്ങളും ഞാൻ കണ്ടിരുന്നു. എൻ്റെ അത്തായുടെയും ഉമ്മായുടെയും വോയിസ് എടുത്ത് ആര്യ ചേച്ചി ഇങ്ങനെ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കുന്നതൊക്കെ ആ ലൈവിലുണ്ടായിരുന്നു. 2ാം സീസൺ മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആര്യ ചേച്ചിയായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര ബോൾഡായിട്ടൊക്കെയാണ് നിന്നത്. പുറത്തിറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നു. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആര്യ ചേച്ചി തന്നെ അഭിമുഖങ്ങളിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അത്തരത്തിൽ അനുഭവിച്ച ആൾ തന്നെയാണ് എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുത്തത് എന്നതാണ് എന്നെ വിഷമിപ്പിച്ചത്. പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് തൻ്റെ പഴയ റിലേഷനിൽ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെന്ന്. അതുപോലുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാനും. എനിക്കും തെറ്റുകൾ പറ്റും. എന്നാൽ എൻ്റെ കുടുംബത്തെ അടക്കം വലിച്ചു കീറാൻ ഇട്ടുകൊടുത്ത ആളാണ് ആര്യ ചേച്ചി. ഇത്തരത്തിൽ അനുഭവിച്ച ഒരാൾ ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് തന്നെ ഒന്നും തോന്നുന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷേ അവരോട് ഉണ്ടായിരുന്ന ബഹുമാനം, ഇഷ്ടം എന്നിവയൊക്കെ പോയി. നാളെ ആരെങ്കിലും ബിഗ് ബോസിൽ ഇത്തരം കാര്യം നേരിടേണ്ടി വന്നാൽ അതേക്കുറിച്ച് അപ്പോൾ ഒരു അക്ഷരം ഞാൻ മിണ്ടില്ല. ഒരു പക്ഷേ അവർ പുറത്ത് ഇറങ്ങി കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞതിനു ശേഷം ഞാൻ പ്രതികരിക്കുമായിരിക്കുമെന്നും ജാസ്മിൻ കൂട്ടിച്ചേർക്കുന്നു.